എല്ലാവർക്കും നമസ്കാരം. ആസ്ട്രോ തോട്ട്സ് ബൈ അനിത രഘുനാഥ് എന്ന എൻ്റെ വീഡിയോ ചാനലിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്ര ജാതരെക്കുറിച്ച് പറയുവാനാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അവർക്ക് പുതുവർഷം കൊല്ലവർഷം 1201 ആണ്ടിലെ വർഷഫലം ഏത് രീതിയിൽ അവർക്ക് അനുകൂലമാക്കി എടുക്കാം എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ പറയാം എന്ന് വിചാരിക്കുന്നു. അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്ന 6 നക്ഷത്രങ്ങൾ കൂടിയതാണ് ആയില്യം. സർപ്പ പ്രാധാന്യമുള്ള ഈ നക്ഷത്രത്തിൽ ജനിക്കുന്നവർ പൊതുവെ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരും സംശയാലുക്കളുമാണ്. പലപ്പോഴും പരസ്പര വൈരുദ്ധ്യം നിറഞ്ഞ സ്വഭാവ സവിശേഷതകൾ ഇവരിൽ കാണാം. ഉദ്ദേശിച്ച കാര്യം നേടിയെടുക്കുന്നതിന് ഇവർ ഏത് മാർഗവും അവലംബിച്ചേക്കും. കൗശലബുദ്ധിയും വാക്സാമർത്ഥ്യവും സ്വാർത്ഥതയുമൊക്കെ ഇവരുടെ ഒരു ലക്ഷണങ്ങളാണ്. സർപ്പമാണ് ഇതിൻ്റെ ദേവത. ചുരുണ്ട് കിടക്കുന്ന സർപ്പം ഇതിൻ്റെ ചിഹ്നമാണ്. സ്വന്തം കാര്യം നേടിയെടുക്കുന്നതിൽ ഇവർ സമർത്ഥരാണ്. യൗവനാരംഭമാണ് ഇവർക്ക് സാധാരണയായിട്ട് അഭിവൃദ്ധി കാണപ്പെടാറ്. വാക്ചാതുര്യം കൊണ്ട് ആരെയും സ്വാധീനിക്കാൻ കഴിവുള്ള ഇവർ മറ്റുള്ളവർ നിരാശരായി മടങ്ങുന്ന പരിതസ്ഥിതിയെ പോലും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റും. അന്യരെ അനുകരിച്ച് കാണിക്കുന്നതിലും നർമ്മ സംഭാഷണത്തിലും ഇവർക്ക് മിടുക്കുകൂടും. ഇവർ സാധാരണയായി സമ്പന്ന ഗൃഹങ്ങളിൽ നിന്നാണ് വിവാഹം കഴിക്കുക. ശ്വാസകോശം, വയറ്, ലിവർ, കൈകാൽ മുട്ടുകൾ തുടങ്ങിയ അവയവങ്ങളെ ബാധിക്കുന്ന രോഗങ്ങൾക്ക് എളുപ്പം വിധേയരാകും. സെയിൽസ്മാൻ, ഏജന്റ്, ബിസിനസ്, അധ്യാപനം, എഞ്ചിനീയറിംഗ്, ലേഖനവൃത്തി തുടങ്ങിയ തുറകളിൽ ഇവർ വിജയിക്കും. ആയില്യം നക്ഷത്രത്തിൽ പിറന്ന സ്ത്രീകൾ അഭിമാന ഗർവ് പ്രകടിപ്പിച്ചേക്കും. ഏത് കാര്യത്തിലും പറ്റിപ്പിടിച്ച് നിൽക്കുകയോ വിട്ടുമാറി ഒഴിയുകയോ ചെയ്യാൻ ഇവർക്ക് പ്രാവീണ്യം കൂടും. പലപ്പോഴും ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവപ്പെടുമെങ്കിലും സാമ്പത്തികമായി പൊതുവെ ഇവർ നല്ല നിലയിലെത്തും. തൻ്റെ ഇടക്കാരിയായ ഇവർ പലപ്പോഴും ഭർത്താവിനെ ഭരിച്ചു കളയും. ഗൃഹഭരണത്തിൽ ഇവർ നിപുണകളായിരിക്കും. പൂരം, അത്തം, ചോതി, കുംഭക്കൂറിൽപ്പെട്ട അവിട്ടമര, ചതയം, പൂരിട്ടാതി, മുക്കാല് ഇവർക്ക് പ്രതികൂല നക്ഷത്രങ്ങളാണ്. ഇവർ ശുക്രൻ, ചന്ദ്രൻ, രാഹു എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരം ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് നന്നായിരിക്കും. ആയില്യം, കേട്ട, രേവതി തുടങ്ങിയ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം തുടങ്ങിയ ശുഭകർമ്മങ്ങൾക്ക് ഉത്തമമാണ്. നക്ഷത്രാധിപനായ ബുധൻ്റെ സ്തോത്രങ്ങളും മന്ത്രങ്ങളും ജപിക്കുക, ബുധനാഴ്ചകളിൽ വ്രതാനുഷ്ഠാനം, ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം തുടങ്ങിയവ അനുഷ്ഠിക്കുക എന്നിവ ഉത്തമമായിരിക്കും. ആയില്യവും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടെ വ്രതമനുഷ്ഠിക്കുക. രാശ്യാധിപനായ ചന്ദ്രനെ പ്രീതിപ്പെടുത്തുന്നതും ഉത്തമമാണ്. പച്ച, വെള്ള എന്നീ നിറങ്ങൾ ഇവർക്ക് അനുകൂലമായിരിക്കും. നക്ഷത്രദേവത സർപ്പങ്ങളായതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർ സർപ്പഭജനം നടത്തുന്നത് അത്യുത്തമമാണ്. അതിനുള്ള മന്ത്രങ്ങൾ ഓം സർപ്പേഭ്യോ നമ തുടങ്ങിയ സർപ്പ പ്രീതികരമായ മന്ത്രങ്ങൾ ഇവർ ജപിക്കുന്നത് ഉത്തമമായിരിക്കും. നക്ഷത്രമൃഗം കരിമ്പൂച്ചയാണ്. വൃക്ഷം നാഗം. അസുരഗണമാണ്. യോനി പുരുഷയോനിയാണ്. പക്ഷി ചകോരം. ഭൂതം ജലം. ഇത്രയുമൊക്കെയാണ് ആയില്യം നക്ഷത്ര ജാതരെ പറ്റി പൊതുവായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ആയില്യം നക്ഷത്ര ജാതർക്ക് പുതുവർഷം കൊല്ലവർഷം 1201 ആണ്ടത്തെ ഫലങ്ങളൊന്ന് പരിശോധിക്കാം. ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടമാണ് ഇവരെയൊക്കെ കാത്തിരിക്കുന്നതെന്നറിയണം. അപ്പോൾ നമ്മളൊരു വർഷഫലം പറയുമ്പോൾ കൂടുതലും രാശിയിൽ കൂടുതൽ കാലം നിൽക്കുന്ന വ്യാഴത്തിനെ പറ്റി ചിന്തിച്ചും അതുപോലെ തന്നെ ശനി 2.5 വർഷക്കാലം ഒരു രാശിയിൽ നിൽക്കുന്ന ശനിയുടെ ഒരു ഫലദായക ശക്തിയെ ചിന്തിച്ചും അതുപോലെ തന്നെ രാഹുകേതുക്കൾ 1.5 വർഷമാണ് ഒരു രാശിയിൽ നിൽക്കുന്നത്. ഇവയുടെയൊക്കെ ഒരു ഫലദായക ശേഷിയൊക്കെ നിരീക്ഷിച്ചുകൊണ്ട് വേണം ഒരു വർഷഫലം പറയുവാനായിട്ട് കൂടുതൽ ആശ്രയിക്കേണ്ടത്. മറ്റേ ഗ്രഹങ്ങളൊക്കെ ഒരു 30-40 ദിവസവും 1-1.5 മാസം കൊണ്ടൊക്കെ രാശി മാറുന്നതാകയാൽ അതൊക്കെ നമുക്കൊരു മാസചിന്തയിലാണ് ഉൾപ്പെടുത്തുവാൻ സാധിക്കുക. പിന്നെ അതുപോലെ തന്നെ അവനവൻ്റെ ജാതകത്തിൽ ഈ ഗ്രഹങ്ങളുടെയൊക്കെ ഒരു സ്ഥാനം വളരെ അവരെ സ്വാധീനിക്കുന്നു. കൂടുതലും ദശാനാഥനും അപഹാരനാഥനും ജാതകത്തിൽ എവിടെ നിൽക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു ഫലം നിരൂപണം ചെയ്യേണ്ടത്. എന്നിരുന്നാലും ഈ ചാരവശാലുള്ള വ്യാഴത്തിൻ്റെയും ശനിയുടെയും രാഹുകേതുക്കളുടെയും ഒക്കെ ഫലം നമ്മൾ പൊതുവെ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ്. എന്നിട്ട് അവ നമുക്ക് അനുകൂലമാകുവാൻ വേണ്ട ഈശ്വരപരമായ കാര്യങ്ങളും അനുഷ്ഠിക്കുകയും വേണം. അപ്പോൾ ഇവിടെ ആയില്യം നക്ഷത്ര ജാതർക്ക് ഈ വരുന്ന 1201 ആണ്ട് തുടക്കത്തിൽ ചാരവശാൽ വ്യാഴം വ്യയസ്ഥാനത്ത് നിൽക്കുകയാൽ ചില അധിക ചെലവുകളൊക്കെ പ്രതീക്ഷിക്കണം. എങ്കിലും തുടർന്ന് ഇവർക്ക് ഈ ഒരു വ്യാഴം
അവരുടെ ജന്മത്തിൽ വരുന്നു എന്നുള്ളത് അറിയണം. അപ്പോൾ ജന്മത്തിൽ വരുന്ന വ്യാഴം ഇവർക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നറിയുക. ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളും മുടങ്ങിക്കിടപ്പുള്ള ആനുകൂല്യങ്ങളും മുൻകാല പ്രാബല്യത്തോടു കൂടി അനുഭവത്തിൽ വന്നു ചേരും. വ്യാപാര, വ്യവസായ, വിപണന മേഖലകളിൽ ക്രമാനുഗതമായ വളർച്ചയും സാമ്പത്തിക നേട്ടവും അനുഭവപ്പെടും. കുടുംബജീവിതത്തിൽ ആഹ്ലാദ അന്തരീക്ഷം സംജാതമാകും. അതുപോലെ തന്നെ ദീർഘകാല നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാൻ അവസരമുണ്ടാകും. ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വർഷങ്ങൾക്ക് ശേഷം ജന്മനാട്ടിലെ ആരാധനാലയത്തിലെ ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കും. അർഹമായ പൂർവിക പിതൃസ്വത്തുക്കൾ രേഖാപരമായി ലഭിക്കും. അറിവുള്ളതിനേക്കാൾ ഭംഗിയായി അവതരിപ്പിക്കുവാൻ സാധിച്ചതിൽ ആശ്ചര്യം അനുഭവപ്പെടും. ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ അവസരമുണ്ടാകും. ശുഭാപ്തി വിശ്വാസവും കാര്യനിർവഹണ ശക്തിയും വർദ്ധിക്കും. ചിത്രം, വര, വാസ്തുവിദ്യ, ശില്പശാസ്ത്രം, കലാകായിക രംഗങ്ങൾ, സാഹിത്യരചനകൾ തുടങ്ങിയവയിൽ ഭാവനയ്ക്ക് അനുസൃതമായി ഉയരുവാൻ സാധിക്കും. അതുപോലെ വഴിപാട് നേർന്ന് കാര്യസാധ്യം കൈവന്ന് നേർന്ന വഴിപാടുകൾ ചെയ്യുവാൻ ഇടവരും. സുതാര്യതയുള്ള സമീപനത്താൽ എതിർപ്പുകളെ അതിജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും. സന്താന ഭാഗ്യമുണ്ടാകും. സജ്ജന സംസർഗത്താൽ സച്ചിന്തകൾ വർദ്ധിക്കും. പ്രായോഗിക വശം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുവാനും സാധ്യതയുണ്ട്. എന്നാൽ തുടർന്ന് ഒരു വ്യാഴമാറ്റം കൂടിയുണ്ട്. അത് അവർക്ക് ഒരു ധനുമാസമാകുമ്പോഴത്തേക്കും അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. അപ്പോൾ പൊതുവെ ചെലവിനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം. അതായത് ഈ ഒരു വ്യാഴം വ്യയസ്ഥാനത്താണ് വരുന്നത്. അപ്പോൾ ചിലവ് അധികരിക്കും. വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇടപെടുവാൻ. ഭക്ഷ്യവിഷബാധ ഏൽക്കാതെയും വീഴ്ചകൾ ഉണ്ടാവാതെയും ഒക്കെ സൂക്ഷിക്കേണ്ടതായി വരും. പുതിയ കർമ്മ പദ്ധതികളൊക്കെ ഏറ്റെടുക്കേണ്ടി വരുമെങ്കിലും സാമ്പത്തിക ചുമതലയിൽ നിന്ന് പിന്മാറുകയാണ് നല്ലത് എന്നറിയണം. പുതിയ സംരംഭകർക്ക് ഇങ്ങനെ ഒരു പണം മുടക്കുവാനൊന്നും പറ്റിയ ഒരു വർഷമല്ല. ചിന്താമണ്ഡലത്തിൽ പുതിയ ആശയങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും വിദഗ്ധ നിർദ്ദേശം സ്വീകരിക്കുകയാവും നല്ലത്. പിന്നെ ഒരു ഉദ്യോഗ മാറ്റത്തിനൊക്കെയുള്ളൊരു സാധ്യതയുണ്ട്. വ്യവസ്ഥകൾ പാലിക്കുവാൻ വളരെ പരിശ്രമം തന്നെ വേണ്ടിവരും. ഇതൊക്കെയാണ് അറിയേണ്ടത്. അപ്പോൾ പൊതുവേ പറഞ്ഞാൽ ഒക്ടോബർ 17 മുതൽ ഡിസംബർ 6 വരെയുള്ളൊരു കാലഘട്ടം ഇവർക്ക് അനുകൂലമെങ്കിലും പിന്നീട് ഇവരുടെ വ്യാഴം വീണ്ടും വ്യയസ്ഥാനത്തേക്ക് വരുന്നതിനാൽ അപ്രതീക്ഷിതമായ അധിക ചെലവുകൾ പ്രതീക്ഷിക്കണം. ഒഴിവാക്കാൻ സാധിക്കാത്ത വിധമുള്ള ചെലവുകളായിരിക്കും ഉണ്ടാവുക. അതായത് മക്കളുടെ വിവാഹം, വീട് പണി, അല്ലെങ്കിൽ വീട് മാറേണ്ടി വരിക, രോഗം, കടം കൊടുത്ത് നഷ്ടം വരിക, സർക്കാർ കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിനായി ചെലവ് ചെയ്ത് ധനനഷ്ടം സംഭവിക്കുകയോ വാങ്ങുന്ന ഉപകരണങ്ങൾ കാര്യക്ഷമമല്ലാതെ നഷ്ടമാകുകയോ മനഃപൂർവ്വം മോഹിപ്പിച്ച് ധനനഷ്ടം വരുത്തുകയോ ഒക്കെ ആകാം. അതിനാൽ വ്യാഴപ്രീതി ചെയ്യേണ്ടതുണ്ട്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ മദ്യവും മാംസവും ഒക്കെ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. വ്യാഴാഴ്ച മഞ്ഞ നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് നന്നാവും. അതുപോലെ ലക്ഷ്മി സമേതനായ വിഷ്ണുവിനെ പ്രീതിപ്പെടുത്തിയാൽ 12-ൽ വരുന്ന വ്യാഴം പ്രയാസങ്ങളൊക്കെ അകറ്റുവാനുമായിട്ട് ഉപകരിക്കും. ലക്ഷ്മി സമേതനായ വിഷ്ണു പ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ഒരു മുഹൂർത്തകാലം പ്രാർത്ഥിക്കുന്നത് നന്നായിരിക്കും. സമർപ്പണ മനോഭാവത്തോടെ പ്രാർത്ഥിച്ചാൽ വിഷ്ണു ലക്ഷ്മി ചൈതന്യം സൂക്ഷ്മ ശരീരസ്പന്ദനങ്ങളെ ശക്തമാക്കും. ഈ ശക്തി വരുമാനത്തിലെ തടസ്സം നീക്കും. 12-ലെ വ്യാഴൻ വരുത്തുവാനുള്ള സാധ്യതയുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അതിജീവിക്കുവാൻ ദിവസവും ശ്രീലക്ഷ്മി, ശ്രീവിഷ്ണു അഷ്ടോത്തര ശതനാമാവലി ഭക്തിപൂർവ്വം ജപിക്കുക. ദോഷങ്ങൾ നീങ്ങും എന്ന് മാത്രമല്ല, ശരിയായ തീരുമാനമെടുക്കുവാൻ ഈശ്വര സഹായവും ലഭിക്കും. ആയില്യം നക്ഷത്ര ജാതർക്ക് രാഹുകേതുക്കളുടെ സ്ഥിതിയും അനുകൂലമല്ല. അവർക്ക് ഇത് പലവിധ തടസ്സങ്ങൾക്കും അനർത്ഥങ്ങൾക്കുമൊക്കെ ഇടയാക്കുന്ന രീതിയിലുള്ളതാണ് ഇവരുടെ രാഹുകേതുക്കളുടെ സ്ഥിതി. അത് 1 വർഷത്തോളം ഇനി ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഈ രാഹുകേതുവിനെ പ്രീതിപ്പെടുത്തേണ്ടതുണ്ട്. രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനായിട്ട് നാഗക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്തുകയും വേണ്ട വഴിപാടുകൾ നടത്തുകയും വേണം. അതുപോലെ തന്നെ കേതു പ്രീതിക്കായിട്ട് ഗണപതി പക്കനാൾ തോറും ഗണപതി ക്ഷേത്രങ്ങളിൽ വേണ്ട വഴിപാട് നടത്തുകയും അതുപോലെ ചാമുണ്ഡി ദേവിയെ പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. ഇങ്ങനെ കൊല്ലവർഷം 1201 ആണ്ട് ആയില്യം നക്ഷത്ര ജാതർക്ക് ഐശ്വര്യദായകമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. വീഡിയോ ഏവർക്കും ഉപയോഗപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നന്ദി, നമസ്കാരം.